ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇനി ഏതൊക്കെ ജില്ലകളിലാണ് ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് എടുത്ത് വെക്കേണ്ടതെന്നുള്ളതും ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയുടെ സെൽഫ് ഫിനാൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. ഇപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ഇനി ചെക്ക് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് വരുന്നത് ഹ്യൂമാനിറ്റീസിന് 27-ാം തീയതി 9 മണിക്ക് തുടങ്ങും, കൊമേഴ്സിന് 27-ാം തീയതി 2 മണിക്കും, സയൻസിന് 29-ാം തീയതി 9 മണിക്കുമായിരിക്കും തുടങ്ങുന്നത്. ഗവൺമെന്റ് HSS ചാലയിൽ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ സമയത്തിന് മുൻപേ തന്നെ ആ ഒരു സെന്ററിൽ എത്തിച്ചേരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് എറണാകുളം ജില്ലയുടെ ഡീറ്റെയിൽസ് നോക്കാം. സയൻസിന്റെ ഇന്റർവ്യൂ നേരത്തെ കഴിഞ്ഞിരുന്നു. ഇനി അടുത്തത് ഹ്യൂമാനിറ്റീസിന്റെയും കൊമേഴ്സിന്റെയും ഇന്റർവ്യൂ ആണ് വരാൻ പോകുന്നത്. ഗവൺമെന്റ് എയ്ഡഡിന്റെയും സെൽഫ് ഫിനാൻസിന്റെയും മൂന്നിന്റെയും കൂടാണ് നടത്തുന്നത്. അപ്പോൾ ഹ്യൂമാനിറ്റീസിന്റെയും കൊമേഴ്സിന്റെയും ഇന്റർവ്യൂ 23-24 തീയതികളിൽ ഇടപ്പള്ളി ഗവൺമെന്റ് HSS വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ സെൽഫ് ഫിനാൻസിന്റെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും, ഗവൺമെന്റ് എയ്ഡഡിന്റെ ആയിരിക്കും രാവിലെ നടത്തുക. ഇനി അടുത്തത് കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ സയൻസിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് 23/8/2024 തേവള്ളി മലയാളി സഭ NSS UPSC വെച്ചാണ് നടത്തുന്നത്. ഇനി അടുത്തത് പാലക്കാട് സെൽഫ് ഫിനാൻസ് കൊമേഴ്സിന്റെയും ഹ്യൂമാനിറ്റീസിന്റെയും ഇന്റർവ്യൂ ആണ്. അതും 23/8/2024 നടക്കുന്നത്. ഹ്യൂമാനിറ്റീസിന്റെ രാവിലെ 9:30ക്കും കൊമേഴ്സിന്റെ ഉച്ചയ്ക്ക് ശേഷവുമായിരിക്കും നടത്തുക. ലാസ്റ്റ് പറയുന്നത് തൃശ്ശൂർ ജില്ലയുടെയാണ്. തൃശ്ശൂരിന്റെ DD ഓഫീസിലെ നോട്ടീസ് ബോർഡാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറില്ല, എല്ലാ വർഷവും നോട്ടീസ് ബോർഡിൽ തന്നെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അവിടെ കൊമേഴ്സിന്റെ ഗവൺമെന്റ് എയ്ഡഡിന്റെ ഇന്റർവ്യൂ വരുന്ന 23-ാം തീയതി രാവിലെ 9:30ക്ക് തുടങ്ങും. അതുപോലെ കൊമേഴ്സ് സാശ്രയമാണെങ്കിൽ അത് 23-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്കായിരിക്കും തുടങ്ങുന്നത്. ഇനി ഹ്യൂമാനിറ്റീസിന്റെ ഇന്റർവ്യൂ 27-ാം തീയതിയാണ് ഗവൺമെന്റ് എയ്ഡഡിന്റെ വരുന്നത്, 9:30ക്ക് തുടങ്ങും. അതുപോലെ ശാസ്ത്രീയത്തിന്റെ 27-ാം തീയതി 1 മണിക്കായിരിക്കും തുടങ്ങുക. തൃശ്ശൂർ CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത്. സയൻസിന്റെ നമുക്ക് ഇന്റർവ്യൂ ഡേറ്റ് കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും ആ ഒരു ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഷെയർ ചെയ്യുക, മറ്റു കുട്ടികൾക്കൂടെ അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഏകദേശം ഇത്രയും ജില്ലയുടെ ഇന്റർവ്യൂ ആണ് ഇനി നടക്കാൻ പോകുന്നത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ചിലപ്പം പല ജില്ലകളിലും പലർക്കും ഇന്റർവ്യൂ കാർഡ് അയച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഷുവർ ലിസ്റ്റിലുള്ളവർക്ക് അവർ ഇന്റർവ്യൂ കാർഡ് അയക്കാറുണ്ട് നിർബന്ധമായും. എന്നാൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് ചിലപ്പോൾ അയച്ചു ഒന്നും വരില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേര് ആ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റിൽ ഇന്റർവ്യൂവിന് പോകാവുന്നതാണ്. നിങ്ങൾക്ക് ഇന്റർവ്യൂ കാർഡ് വന്നില്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഡോക്യുമെന്റ്സ്, നമ്മൾ ഒരുപാട് വീഡിയോസിൽ അത് പറഞ്ഞിട്ടുള്ളതാണ്, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഇന്റർവ്യൂ കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണോ പറയുന്നത് ആ ഡോക്യുമെന്റ്സുകൾ നിങ്ങൾ കൊണ്ടുപോയാൽ മതി. ചില ഇന്റർവ്യൂ കാർഡുകൾ അല്ലെങ്കിൽ ചില ജില്ലകളിൽ ഫോം 42 ആവശ്യമായിട്ട് വരും, എന്നാൽ മറ്റ് ജില്ലകളിൽ അത് ആവശ്യമായിട്ട്, ചില ജില്ലകളിൽ ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ നിങ്ങളുടെ ഇന്റർവ്യൂ കാർഡിൽ അത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊണ്ടുപോകാം. അത് പറയുന്നില്ലെങ്കിൽ നിങ്ങളത് അവിടെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ ഇന്റർവ്യൂ കാർഡിൽ പറയുന്നു അത് മാത്രം കൊണ്ടുപോകുക. പ്രധാനമായും SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, അതുപോലെ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ ഇന്റർവ്യൂ കാർഡിൽ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് കൊണ്ടുപോവുക. അതുപോലെ തന്നെ CCTC, ഇതൊക്കെ ഷുവർ ലിസ്റ്റിലുള്ളവർ നിർബന്ധമായും കൊണ്ടുപോവുക. അതല്ല വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പായതിനു ശേഷം നിങ്ങളത് സബ്മിറ്റ് ചെയ്താൽ മതി. കാരണം വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് അഡ്മിഷൻ ഉറപ്പല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടണമെന്ന് നിർബന്ധമില്ല. TC CC ഒക്കെ നിങ്ങൾ കൊണ്ടുപോകണം നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തുകൊള്ളുക. അതല്ല കയ്യിലില്ലാത്തവരാണെങ്കിൽ അത് നിർബന്ധമില്ല. കാരണം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം അവർ തരും. നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ അത് സബ്മിറ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇന്റർവ്യൂവിൻ്റെ ആ ഒരു ടൈമിന് ഒരു അരമണിക്കൂർ മുമ്പേ നിങ്ങൾ ആ ഒരു സെന്ററിൽ എത്തിച്ചേരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളെ അവിടെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഹാജരാവണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.